2-5. ഭവാനി ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. പോയെ പോയെ. എന്റെ കിറ്റ് എവിടെ? നീ എന്റെ കിറ്റ് എടുത്തോ? സത്യം പറയണ, എന്റെ കിറ്റ് എടുത്തോ? നീ എന്റെ കിറ്റ് എടുത്തോ ഞാൻ ചോദിച്ചത്. ആര് നിന്നോട് ഞാൻ ചോദിക്കണേ, എന്റെ കിറ്റ് എടുത്താ? അതെ അതെ, ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, ഐ ആം മുകേഷ് രാധാമാധവ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? എന്തായാലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആര്യനും ജിസേലും രാത്രി 2 മണിക്ക് എന്താണ് ചർച്ച ചെയ്യുന്നത്, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയെ കമൻറ്റ് വന്നിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് തെറ്റായ രീതിയിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. അതിൽ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അതോ നിരപരാധികളാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ബിഗ് ബോസ് പുറത്തോട്ട വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തൊക്കെയോ രാത്രി 2 മണിക്ക് പുതപ്പിനടിയിൽ നിന്ന് ഒളിഞ്ഞിരുന്ന് സംസാരിക്കുന്നു. ഒരുപക്ഷെ അവിടെ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ റൂളിന് എഗെയിൻസ്റ്റ് ആണത്. അതായത് മൈക്ക് ധരിക്കാതെ സംസാരിക്കുന്നു. പക്ഷേ എന്തായാലും അനിമോൾ അവിടേക്ക് ചെല്ലുകയാണ്. അനിമോളുടെ കിറ്റ് കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത്. ഇതിനെ പലരും പറയുന്നത് അനിമോൾ എന്തോ കണ്ട് അത് ചോദ്യം ചെയ്യാൻ വരികയാണ്. ഇല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി ഈ 2 മണിക്ക് അവരെ എന്തിന് വിളിച്ചുണർത്തണം? ഒരു കിറ്റിന് വേണ്ടി രാത്രി 2 മണിക്ക് എന്തിന് അവരെ വിളിച്ചുണർത്തണം? അവിടെയാണ് പ്രേക്ഷകർ പലരും അഭിപ്രായപ്പെടുന്നത് അനിമോൾ എന്തോ കണ്ടിട്ടുണ്ട്, അത് ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇങ്ങനൊരു സീൻ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നെന്നാണ് പലരും പറയുന്നത്. ഒരുപക്ഷെ അത് ശരിയാണോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഇനി ചിലപ്പം കിറ്റ് കിട്ടാത്തത് കൊണ്ട് വന്നതാണോ ഒന്നും അറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ജിസേലും ആര്യനും നാളത്തെ കളിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവേ ഉള്ളൊരു സംസാരം. അതിന് കയ്യോടെ പൊക്കി എന്നാണ് പലരും പറയുന്നത്. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനിപ്പോൾ ഇതൊക്കെ നടന്നു വരുന്നത് നമുക്ക് കാണാം. അതിനുശേഷം ഒരു പുതപ്പിൽ കിടന്നുറങ്ങുന്ന ആര്യനും ജിസേലും അവരവിടെ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് അനുവിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അനു അവരെ പോയി വിളിക്കുന്നത്. അവിടെ ആര്യൻ ആദ്യമേ പുതപ്പ് മാറ്റി എണീക്കുമ്പോൾ ആര്യൻ്റെ തലയുടെ അടുത്ത് തന്നെയാണ് ജിസേലിൻ്റെ തലയും ഉള്ളതും. അവരെന്തോ സംസാരിക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നതും. കാരണം അനു വിളിക്കുന്ന സമയത്ത് അവരുടെ പുതപ്പ് കിടന്ന് അനങ്ങുന്നതും നമുക്ക് കാണാവുന്നതാണ്. ഇവിടെയൊക്കെ ജനങ്ങൾ ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും ആര്യൻ ആദ്യം എണീക്കുന്നുണ്ട്. ഉടനെ ഡ്രസ്സൊക്കെ കുടഞ്ഞ് ജിസേലും പുതപ്പ് മാറ്റുന്നു. പക്ഷെ ആര്യൻ ഒന്നും മിണ്ടുന്നില്ല. ആര്യൻ ഒരു മിണ്ടാട്ടവും ഇല്ല. വേണമെങ്കിൽ ആ സാഹചര്യത്തിൽ ചോദിക്കാമായിരുന്നു, നിനക്ക് രാവിലെ വിളിച്ച് ചോദിച്ചുകൂടായിരുന്നോ, ഇപ്പോൾ എന്തിനു വിളിക്കുന്നു, ഞാൻ ഉറങ്ങിയില്ലേ, എന്നെ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കാം. പക്ഷെ ആര്യൻ അവിടെ ഒന്നും ചോദിക്കുന്നില്ല. ആര്യൻ അവിടെ കണ്ണും വിളിച്ച് നിൽക്കുന്നു. ഉറക്കത്തിലായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഉറക്കത്തിൽ നിന്ന് എണീറ്റത് കൊണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണെന്ന്. പക്ഷെ ഇവിടെ ഉറക്കമല്ലായിരുന്നു എന്ന് വ്യക്തമാണ്. അത് നമുക്ക് ആ വീഡിയോയിൽ തന്നെ കാണാം. പുതപ്പ് അനങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, രണ്ടുപേരും കാര്യം പറയുകയായിരുന്നു എന്ന് വ്യക്തമാണ്. അങ്ങനെയുള്ളപ്പോൾ ഉറക്കം വന്നു എന്ന് പറയാൻ കഴിയത്തില്ല. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പുതപ്പിനടിയിൽ നാളത്തെ കളികളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അവരുടെ രാത്രികാല ചർച്ചകളെ തടസ്സപ്പെടുത്തുന്ന രീതിയാണ് അനിമോൾ ചെയ്തത്. എന്തായാലും അനിമോളോട് അതുകൊണ്ട് തന്നെ അവർക്ക് ദേഷ്യവും തോന്നാം. ഇതിനോടകം തന്നെ അനിമോളെ അവർക്ക് ഇഷ്ടമല്ലാത്തതും ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും. ഇങ്ങനെയുള്ള ചർച്ചകൾ, നാളത്തെ കളികളെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം നടത്തി വരുമ്പോൾ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് അനിമോൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. അങ്ങനെ പറയുന്നവരും നിരവധി പേരാണ്. മറുഭാഗത്ത് അനിമോളെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത് അനിമോൾ എന്തോ തെളിയിക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ ബിഗ് ബോസിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ പ്രേക്ഷകർക്ക് വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആ സമയത്ത് തന്നെ വന്ന് വിളിച്ചുണർത്തിയെന്നാണ് അനിമോളെ സ്നേഹിക്കുന്നവർ പറയുന്നത്. അത് നമുക്ക് ആ വീഡിയോ കണ്ടാലും ചിലപ്പോൾ തോന്നും, എന്തിന് ഈ അനിമോൾ ഈ 2 മണിക്ക് വന്ന് ഇവരെ വിളിച്ചുണർത്തുന്നു? ഒരുപക്ഷെ കിറ്റിനെക്കുറിച്ചാണ് അനിമോൾക്ക് ചോദിക്കാനുള്ളതെങ്കിൽ അത് രാവിലെ ആയിക്കൂടെ? എന്തിന് ഈ 2 മണിക്ക് വന്ന് അവരെ ശല്യപ്പെടുത്തണം? അപ്പോൾ അത് മാത്രമല്ല അനിമോളുടെ ഉദ്ദേശമെന്നാണ് പലരും പറയുന്നത്. എന്തായാലും നാളത്തെ കളികളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്ന ആര്യനും ജിസേലിനും തടസ്സമായിട്ട് വന്നത് അനിമോളാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ഗെയിമിലും ഇവർ അനിമോൾക്ക് നല്ല പണി കൊടുക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇതിനിടയ്ക്ക് ജിസേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിരുന്ന നെവിൻ പുറത്താവുകയും തിരിച്ചു വരികയും ചെയ്തു. പോയ സമയത്ത് ആര്യനും ജിസേലിനും ഉണ്ടായ വിഷമം മൂലമാണോ അനിമോളുടെ കിറ്റ് എടുത്ത് മാറ്റിയെന്നും അറിയില്ല. ആര്യൻ തന്നെയാണ് കിറ്റ് എടുത്തതെന്നാണ് അനിമോൾ വിചാരിക്കുന്നത്. ഇവിടെ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുളിക്കാൻ പോകുന്ന സമയത്താണ് തൻ്റെ കിറ്റ് കാണുന്നില്ല എന്നുള്ള വിവരം അനിമോൾ അറിയുന്നത്. അതിനെ തുടർന്ന് അനിമോൾ എല്ലാവരോടും ഇക്കാര്യം ചോദിക്കുകയും തൻ്റെ കിറ്റ് ആരാണ് അടിച്ചു മാറ്റിയത്, അവർ എനിക്ക് തരണം, ഇല്ലെങ്കിൽ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് ഞാൻ ചോദ്യം ചെയ്യും, പ്രശ്നങ്ങൾ ഞാൻ ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും ആരും കേൾക്കുന്നുമില്ല, ആരും അത് മൈൻഡ് ചെയ്യുന്നുമില്ല. എല്ലാവരും അവരവരുടെ സ്പേസിലേക്ക് പോവുകയാണ്. അതിനുശേഷം അനിമോൾ ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, ബിഗ് ബോസ് എൻ്റെ കിറ്റ് കാണുന്നില്ല, ആരാണ് കട്ടെടുത്തതെന്ന് അറിയില്ല, ഒന്ന് കണ്ടുപിടിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസിന് വേറെ പണിയുള്ളതുകൊണ്ട് തന്നെ അതിനൊരു ആൻസർ നൽകിയില്ല, അതിനെക്കുറിച്ച് പറഞ്ഞതുമില്ല. അതിനെ തുടർന്ന് വീണ്ടും പലയിടത്തും അനിമോൾ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങും നിന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ അവസാനം ആദിലയുടെ കയ്യിലുണ്ടായിരുന്ന കിറ്റ് കൊടുക്കുകയും അതുപയോഗിച്ചാണ് അനിമോൾ കുളിക്കുകയും ചെയ്തത്. അവിടെ വെച്ചും കുറേ നാടകമൊക്കെ നടന്നിരുന്നു.
പലരെയും അനുമോൾ സംശയിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ കുളി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവം അരങ്ങേറുന്നത്. അതും എടുത്തു പറയേണ്ടത് 2 മണിക്കാണ് ഇത് സംഭവിക്കുന്നത്. ഇവിടെ പലർക്കും വേണമെങ്കിൽ ചോദിക്കാം, ഈ രാത്രി 2 മണിക്ക് എന്താണ് ഈ ജിസേലും ആര്യനും സംസാരിക്കുന്നത്? അതുപോലെ തന്നെ ബിഗ് ബോസ് വീട് ഇപ്പോൾ ഒരു കളിക്കളമായി മാറിയോ എന്നും ചോദിക്കുന്നവരുണ്ട്. ചിലർ പറയുന്നത് അനുമോൾ അറിഞ്ഞുകൊണ്ട് വന്നതാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇവരുടെ ഈ രഹസ്യ സംസാരം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് അനുമോൾ ഇങ്ങനെ ചെയ്തതെന്നും പറയുന്നുണ്ട്. അങ്ങനെ നിരവധി കമന്റുകളാണ് വന്നിരിക്കുന്നത്. ഇനി ബിഗ് ബോസിലെ ഈ കാര്യം റിവ്യൂ ചെയ്തു കഴിഞ്ഞാൽ അത് വേറെ അർത്ഥത്തിൽ എടുക്കുമോ എന്നൊക്കെ പലരും കമന്റ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനൊരു തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കാനിടയായത് ഇവരുടെ ഈ രീതികളൊക്കെ തന്നെ ആയിരിക്കാം. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കുടുംബ പ്രേക്ഷകർ കാണുന്നൊരു ഷോയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകൾ എങ്ങനെയൊക്കെ വളച്ചൊടിക്കുമെന്നുള്ളത് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. പലരുടെയും ചിന്താഗതി വ്യത്യസ്തമായതുകൊണ്ട് തന്നെ പല രീതിയിൽ ആളുകൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചതാണോ, ഇനി അതോ അനുമോൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ, അതോ അറിയാതെ ചെയ്തതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ബിഗ് ബോസ് സീസൺ 6 ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് സീസൺ 7 പോക്കും ഇപ്പോൾ പോകുന്നത്. ആ തരത്തിലേക്കാണ് പല ക്ലിപ്പുകളും പുറത്തു വരുന്നത്. എന്തായാലും തെറ്റിദ്ധാരണയാണോ അതോ ശരിയായിട്ടുള്ള ധാരണയാണോ എന്നും അറിയില്ല. ഇനി അനുമോൾ മനഃപൂർവ്വം ചെയ്തതാണോ അതോ കിറ്റ് കിട്ടാൻ വേണ്ടി ആരിനെ ശല്യപ്പെടുത്തിയതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും സംഗതി സോഷ്യൽ മീഡിയയിൽ വൈറലായി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.